ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഐക്യയിലാണ്. അതെ, അബുദാബിയിലുള്ള ദൽമ മാളിൻ്റെ അകത്തുള്ള ഐക്യ ഷോറൂമിനകത്താണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുത്തെ ഷോറൂം ഒത്തിരി വലിയൊരു ഷോറൂമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചേഴ്സ് ആൻഡ് ഒബ്ജക്ട്സും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ഡിസൈൻസിലുള്ള സെറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ലിവിങ് റൂമും അതുപോലെ തന്നെ കിച്ചൺ, അങ്ങനെ ഒരുപാട് ഐറ്റം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെറ്റിനകത്തും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അവർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഒബ്ജക്ട്സിൻ്റെ റേറ്റ്സ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സിംഗിളായിട്ട് നമുക്ക് സോഫാസ് അല്ലെങ്കിൽ ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ്. അവിടെ അതിനുള്ള റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നത് എന്ന് പറയുന്നത് വോൾ കബോർഡ്സ് ആണ്. ലിവിങ് റൂമിലുള്ളതുണ്ട്, അല്ല ഡൈനിങ് ഏരിയയിലുള്ള വാൾ കബോർഡ്സ് വേണമെങ്കിൽ അങ്ങനത്തെ ഉള്ളതുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കബോർഡ്സ് ആവട്ടെ അവർ ഡിസൈൻ ചെയ്തേക്കുന്ന ഓരോ സെറ്റിനകത്തും ഓരോ കളേഴ്സായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ. നമ്മുടെ മനസ്സിലുള്ള ഓരോ ഐഡിയാസും അവിടെ കാണുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ ചിന്തിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. അതായത് ആ ഡിസൈൻസിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെറ്റ്, ആ ഒരു സെറ്റിനകത്ത് നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഓവർ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒബ്ജക്ട്സ്, ഷേപ്സ്, പിന്നെ ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ടേബിൾസ് പല ടൈപ്പിലുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ല ഒരു ഓഫീസ് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എല്ലാം അതിനകത്ത് അവർ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ബെഡാണ് അല്ലേ. അതെ, ബെഡ്റൂം ഏരിയ ആണ്. നമുക്ക് ഇത് നോക്കി ഇവിടെ ഒരുപാട് സിംഗിൾസ് ആയിട്ടുള്ള ബെഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡബിൾ കോട്ട് ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ഇതേ കപ്പിൾ കോട്ട് കിങ് സൈസിൻ്റെ ക്യൂൻ സൈസിൻ്റെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൂം സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അതായത് ഒരു റൂമിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് രീതിയിൽ. അതുപോലെ തന്നെ ബാത്റൂം ഏരിയ അവർ സെറ്റിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. കളർ തീമും അവർ ഡിഫറെൻ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഒരു ഡ്രസ്സിങ് റൂം കാണാൻ പറ്റുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സിങ് റൂം. കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ഡ്രസ്സും അതുപോലെ തന്നെ ഷൂവും ബാഗും ഒക്കെ വെച്ച് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ചെറിയ ഡ്രസ്സിങ് റൂം. ഇതിലൊരു ഫാമിലി ബെഡ്റൂം, കപ്പിൾ ബെഡ്റൂമാണ്. കുഞ്ഞിന് ക്രാഡിൽസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് സിംഗിൾ ബെഡുണ്ട്, ഡബിൾ സ്റ്റോറേജ് ആയിട്ടുള്ള ബെഡ്, ഡബിൾ ഡെക്കർ ബെഡുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ബെഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള വെറൈറ്റീസുള്ള ബെഡും ബെഡ്റൂംസൊക്കെയാണ് അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതെ, നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള റൂം ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. അവരുടെ റൂം ഡിസൈൻ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം വെച്ചിട്ട് ഒരു സെറ്റാണ് അവർ ചെയ്തേക്കുന്നത്. പല രീതിയിൽ, പല വെറൈറ്റിയിൽ, പല ടൈപ്പിലുള്ള കട്ടിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഡബിൾ ഡെക്കറായിട്ടുള്ളതുണ്ട്, അല്ല സിംഗിളായിട്ടുണ്ട്, ടോയ് ഷേപ്പ്ഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്, വേർത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം കുറേ കർട്ടൻസ് ആൻഡ് കാർപ്പറ്റ്സിൻ്റെ സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ റൂമിൻ്റെ കളർത്തേയും ബേസ് ചെയ്തിട്ടുള്ള കാർപ്പറ്റ്സ്, അല്ലെങ്കിൽ വേണ്ടുന്ന പാറ്റേൺ ആയിട്ടുള്ള കാർപ്പറ്റ്സ്, കർട്ടൻസ് പല ടൈപ്പിലുള്ളതുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്തെടുക്കാം. പില്ലോസ് ഉണ്ട്, സോഫ പില്ലോസൊക്കെ ഇതിനകത്തുണ്ട്. ഏത് കളറാണോ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വാഷേരിയുടെ ഡിസൈൻസാണ് ഇവിടെ കാണാവുന്നത്. നമുക്ക് സിങ്കും അതുപോലെ തന്നെ മിററും അതിന് പറ്റിയിട്ടുള്ള വോൾ പാറ്റേൺസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വാഷേരി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങൾ, അതായത് ലൈക്ക് ഫേസ് വാഷൊക്കെ ഒഴിച്ചു വെക്കാനുള്ള ബോട്ടിൽസ്, പിന്നെ അങ്ങനത്തുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വേറൊരു ലോകമാണ്. ഇത് ലൈറ്റിൻ്റെ വേൾഡാണ്. അതായത് നമുക്ക് വേണ്ടുന്ന ഡിഫറെൻറ്റ് ടൈപ്പിൽ വെറൈറ്റീസ് ഉള്ള ഒരു ഈ സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ബെഡ് ലാംപ്സ്, ഹാങ്ങിങ് വാൾസ്, വോൾ ലാംപ്സ്, അങ്ങനെയുള്ള പല ടൈപ്പിൽ പല ഡിസൈനിലുള്ളത് നമുക്കിവിടെ കിട്ടാവുന്നതാണ്. ഇതൊരു പ്രത്യേക ഫീലാണ് ഈ ഒരു ഏരിയ കൂടെ നടന്നു പോകാമെന്ന് പറയുന്നത്. കാരണം ആ ഒരു ഡിസൈൻസൊക്കെ കണ്ടിട്ട് പിന്നീട് നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും തന്നെ പല ടൈപ്പിലുള്ള മിറേഴ്സ്, പല ഡിസൈനിലുള്ളത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് റൂം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന വാസ്, പോട്ട്സ്, പല ടൈപ്പിലുള്ള അക്രിലിക് പെയിൻറ്റിങ് ആയിട്ടൊക്കെ ഉള്ള ഗ്ലാസ് പോട്ട്സ്, അല്ലാതെ ക്ലേ പോട്ട്സ് ഒക്കെ വേണമെങ്കിൽ അങ്ങനത്തത്. പിന്നെ അതിനകത്ത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആൻഡ് ഗ്രീനറി ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമ്മുടെ ഒരു ഐക്യ ജേർണി ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽസ് ആൻഡ് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. ഇത് ലാസ്റ്റ് നമ്മുടെ എക്സിറ്റ് ആകാറായതാണ്. സോ ഇന്നത്തെ എൻ്റെ ഐക്യ ജേർണി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.